വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 13-ാം അധ്യായം 22-ാം വാക്യം. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. ദൈവം നിങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് മക്കൾ. അവർ നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷമായിരിക്കട്ടെ. അവർ നിങ്ങളോട് ചേർന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കട്ടെ. അവർ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ലാഭകരമാകട്ടെ. തിരുവെഴുത്ത് എഫേസ്യർ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ അവരുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലരായിരിക്കും. മക്കളെ പോറ്റുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. നാം അവർക്ക് യേശുവിന്റെ സമ്മാനം നൽകണം. അവർക്ക് ഒരു ജീവിതം നയിക്കണം. അത് അവർക്ക് മാതൃകയായി പിന്തുടരാനാകും. ദൈവഭക്തരായിരിക്കാനും ആത്മീയമായി അഭിവൃദ്ധിപ്പെടാനും നമുക്ക് അവരെ സഹായിക്കാം. അതായിരിക്കും നിങ്ങൾക്ക് അവർക്കായി ബാക്കി വയ്ക്കാനാകുന്ന വലിയ സമ്പത്ത്. നിരവധി കുടുംബങ്ങൾ ഒരു കുഞ്ഞിനായി കൊതിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് മക്കൾ എന്ന ദാനം കൃപയോടെ നൽകി. സങ്കീർത്തനം 127-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു: മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ എന്ന്. വിശുദ്ധ ഗ്രന്ഥം കുട്ടികളെ ഒലിവ് തൈകൾ എന്നാണ് വിളിക്കുന്നത്. ഒലിവ് മരത്തിന്റെ 2 പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അവ വാടുന്നില്ല. അവയിൽ എണ്ണ സംഭരിച്ചിരിക്കുന്നു. ആ എണ്ണ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയെന്ന് സങ്കീർത്തനങ്ങൾ 128-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു. ഈ വാക്യം അവസാനിക്കാത്ത ആത്മീയ ജീവിതത്തെയും സൂചിപ്പിക്കുന്നു. മക്കൾ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരിക്കും. യെശയ്യാ പ്രവാചകൻ സന്തോഷത്തോട് പറയുന്നു: ഇതാ, ഞാനും കർത്താവ് എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ഞങ്ങൾ ഇസ്രായേലിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആകുന്നു എന്ന്. ഇത് യെശയ്യാവ് 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 23-ാം വാക്യത്തിൽ അവരും സഭകളുടെ സന്ദേശവാഹകരും ക്രിസ്തുവിന്റെ മഹത്വവുമാകട്ടെ എന്ന് പറയുന്നു. മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ദൈവം ഓരോ മാതാപിതാക്കൾക്കും നൽകുന്നു. വിശുദ്ധ ഗ്രന്ഥം സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന്. മാത്രമല്ല, സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 15-ാം വാക്യത്തിൽ ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും എന്നും പറയുന്നു. തുടർന്ന് സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും എന്നും പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 12-ാം അധ്യായം 9-ാം വാക്യം. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 23-24 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 19-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.